ഹലോ, നമുക്കിന്ന് ഇങ്ങനൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയാലോ. ഇതിൻ്റെ പേര് തിരിയുടയാടാന്നൊക്കെയാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് കേട്ടോ. കഴിഞ്ഞ വർഷം തൊട്ടേ ഉള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് ഈ വർഷം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കടയിൽ കയറി നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പലതരം വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റേറ്റൊക്കെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കാണിക്കുന്നുണ്ട്. ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോയതാട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് കുറച്ച് വീഡിയോ എടുത്ത് വെച്ചതാണ്. എല്ലാം കൂടി ഒരുമിച്ചിരിക്കണതാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഒരു ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമുണ്ടോ തോന്നുന്നു. അപ്പോൾ ഞാൻ എല്ലാത്തിൻ്റെയും റേറ്റൊക്കെ നോക്കി അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം എടുത്ത് നോക്കിയിട്ട് അങ്ങനെ വെച്ചിട്ട് ഞാൻ ഉദ്ദേശിച്ച സാധനങ്ങൾ എടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പഴയ തുണികളൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പഴയതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാതെ കുറച്ച് എടുത്ത് വെച്ച തുണികളെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു എൻ്റെ സെറ്റ് മുണ്ടിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ ഒരു തുണി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് മുണ്ട് എനിക്ക് ഭയങ്കര നീളം കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ച് വെട്ടിയെടുത്ത് മാറ്റി വെച്ചതാണെന്ന്. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് മേടിച്ച ഒരു 8-10 കളറ് ഉള്ള ഒരു 1 മീറ്ററിൻ്റെ തുണികളായിരുന്നു കേട്ടോ. പക്ഷെ അതിൽ അത്ര ക്വാളിറ്റി ഇല്ലാത്ത തുണികളായതുകൊണ്ട് തന്നെ ഞാൻ മാറ്റി വെച്ചതാണ്. അപ്പോൾ എന്തായാലും ഇതിന് ഉപകാരപ്പെട്ടു. ഈ കാണുന്നതാട്ടോ ഇതിൻ്റെ മെയിൻ ഐറ്റം. സംഭവം ഇത് പുറമേ കാണില്ലെങ്കിലും ഇതാണ് ഏറ്റവും നന്നായിട്ട് ലുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ക്യാൻവാസാണ്. തയ്ക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതിന് ഇത്രയും വലിയൊരു ക്യാൻവാസിൻ്റെ 1 മീറ്റർ മെറ്റീരിയലിന് ആകെ 40 രൂപയുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ എത്ര മീറ്റർ വേണം എന്നൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇത്ര എടുത്തത് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ മെയിൻ തുണി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ കര ഉള്ളത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതൊന്ന് പകുതി വെച്ച് കട്ട് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പോയിട്ട് ഒന്ന് വൃത്തിയിൽ അയൺ ചെയ്തിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനതെല്ലാം അയൺ ചെയ്ത് വന്നിട്ടുണ്ട്. അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മെറ്റീരിയൽ നല്ല ലുക്കായിട്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത പണി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ കര തന്നെ വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് തികയാത്തതുകൊണ്ട് നമ്മൾ മറ്റ് മെറ്റീരിയൽ ഞാൻ കാണിച്ചെന്നല്ലോ, അതിന്ന് ഏതെങ്കിലും ഒരു 2-3 കളർ എടുത്തിട്ട് ബോർഡർ സെറ്റാക്കാനാണ് കേട്ടോ ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ കളറൊന്ന് കാണിക്കണമെന്ന് മാത്രമേ കേട്ടോ. അതിന് വേണ്ടി നമുക്ക് എന്താ മെയിൻ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു മെറ്റീരിയലിൻ്റെ അളവ് തന്നെ ക്യാൻവാസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ക്യാൻവാസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ മെറ്റീരിയലിൻ്റെ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ചും കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മുടെ മെറ്റീരിയൽ നല്ല പടപടാൻ നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ക്ലോത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ബോർഡർ വയ്ക്കാൻ ഒരു 2-3 കളർ എടുക്കുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റെഡും അതുപോലെ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡുമാണ് കേട്ടോ. അപ്പോൾ അതിൽ 2 കര വയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുറേ ആകുമ്പോഴേക്കും നമ്മുടെ മെറ്റീരിയലിൻ്റെ ഭംഗി പോകുമെന്ന് എനിക്ക് തോന്നിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ റെഡും അതുപോലെ തന്നെ ഗോൾഡൻ കളറും നമ്മൾ ഏകദേശം ഒരു 1 ഇഞ്ച് അളവിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ഏകദേശം കണക്കാട്ടോ. എന്നിട്ട് ഞാൻ ബോർഡറായിട്ട് റെഡാണ് നമ്മൾ സാധാ പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മെഷീൻ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് കൈത്തുന്നാലും ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഗോൾഡൻ കര വെക്കണതിൻ്റെ ഒരു ട്രിക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ റെഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ഒന്ന് യെല്ലോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യെല്ലോ ഇതുപോലെ മേലേക്ക് ചീത്ത വശമാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതൊന്ന് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതൊന്ന് മറിച്ചിടണം കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് ആ തുണി മടക്കി കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ 2 മെറ്റീരിയൽ കട്ട് ചെയ്ത് വെക്കണതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അത് ഏകദേശം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ മറ്റേ വശവും കൂടി ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ബോർഡറും കൂടി ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നമ്മൾ പേപ്പറൊക്കെ മടക്കില്ല അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മടക്കുമ്പോൾ ഒരു ബലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാൻവാസ് അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ. ഇപ്പോൾ നല്ല പടപടാൻ നിൽക്കുന്ന കാണുന്നില്ല. അപ്പോൾ മടക്കാൻ തന്നെ ഇച്ചിരി പാടാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതെല്ലാം ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയിൽ എല്ലാം ഒരേ അളവിൽ മടക്കി കൊടുത്തിട്ട് ഒന്ന് അയൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അയൺ ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ താഴെ വശത്ത് എന്തെങ്കിലും വെച്ച് സെക്യൂർ ചെയ്യുക കേട്ടോ. അതാണ് നമുക്ക് അടുത്ത പണിയുള്ളതും അതാണ് നമ്മുടെ ഫൈനൽ പാർട്ടും. അപ്പോൾ നമ്മളിതൊന്ന് നല്ല വൃത്തിയിലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അത്ര വൃത്തിയൊന്നും ആയിട്ടില്ല, പക്ഷേ അയൺ ചെയ്ത് വരുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ തോന്നുന്നു. എന്നിട്ട് നമ്മളിതൊന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ അയൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഞാൻ ഈ കൈ പിടിച്ചത് കാണാമല്ലേ, അവിടെ ഉണ്ടോ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്യണമെന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടെ എന്തെങ്കിലും വെച്ച് കെട്ടിക്കൊടുത്താലും മതി, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ പിന്നെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റത്തൊന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ അത് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് കെട്ടിക്കൊടുക്കുക, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് പിന്നെ ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഇത് നമ്മൾ ഈ മടക്കിയിട്ട് ഓരോ മെറ്റീരിയൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിന് പകരം എന്തെങ്കിലും
ലേസൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ എങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കാണ് കേട്ടോ. ഇത് കാണുമ്പോൾ കടയിൽ നിന്ന് മേടിച്ചതല്ല എന്ന് ആരെങ്കിലും പറയും. നല്ല ഭംഗിയില്ലേ കാണാൻ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കണ്ട കേട്ടോ.